മലപ്പുറത്തെ വിഷ്ണുജിത്തിന്റെ തിരോധാനം സംബന്ധിച്ച ദുരൂഹത തുടരുന്നു. ഊട്ടി കുനൂരിൽ വിഷ്ണുജിത്ത് എത്തിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചു. ഇവിടെ വെച്ച് ഫോൺ ഒരു തവണ ഓണായി. ഇവിടം കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുകയാണ്. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, 4-5 ദിവസമായുള്ള അന്വേഷണമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പോലീസിന് ലഭിച്ചത് എന്താണ്? രഞ്ജിത്ത്, നമുക്കറിയാം 4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. അതിനുശേഷം അന്ന് വൈകുന്നേരം മുതൽ ഇയാൾ എവിടെയാണെന്ന് ആർക്കും ഒരു വിവരവുമില്ല. അയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവരുടെ ടവർ ലൊക്കേഷൻ അതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പാലക്കാട് കഞ്ചിക്കോടാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് സുഹൃത്തുക്കളുണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പോൾ പാലക്കാട് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി ഊട്ടി കൂനൂരിനടുത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ അരമണിക്കൂറോളം സമയം ഓണായതായി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഊട്ടി കൂനൂർ കേന്ദ്രീകരിച്ച് ഇയാളുടെ ഫോൺ ഇപ്പോൾ നിലവിൽ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ്. പക്ഷേ പോലീസിന്റെ സംഘം ആ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. അതേസമയം വീട്ടിൽ നിന്നും ഇയാളെ വിളിച്ചപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് മറ്റൊരാൾക്ക് കോൾ പോയതായും അതൊരു പക്ഷേ സാങ്കേതിക തകരാറായിരിക്കാം എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ വിളിച്ചപ്പോൾ അബദ്ധത്തിൽ മറ്റൊരാൾക്ക് കോൾ പോയി എന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബം പറയുന്നത് മറ്റൊരാൾ ഫോൺ എടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് പോലീസ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഊട്ടി കൂനൂരിൽ നിന്നും ലഭിച്ച സിഗ്നൽ തന്നെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസിന്റെ നിഗമനം വിഷ്ണുജിത്ത് അപകടത്തിൽപ്പെട്ടിട്ടില്ല, ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുന്ന സാഹചര്യമാകും എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. നമുക്കറിയാം, മിനിഞ്ഞാന്നായിരുന്നു വിഷ്ണുജിത്തിന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. കല്യാണം പോലും മുടക്കി ഇയാൾ മാറി നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ദുരൂഹമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലാണ് പോലീസിനുള്ളത്. കുടുംബവും ഇതേ അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ പ്രതീക്ഷ ഊട്ടിയിലെ കൂനൂരിൽ നിന്നും ലഭിച്ച ആ ടവർ ലൊക്കേഷനിലാണ്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ്. രഞ്ജിത്ത്, അന്വേഷണം പുരോഗമിക്കുകയാണ്. ഊട്ടി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. പോലീസിന്റെ സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നു എന്നാണ് CB അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്.